ആരോടും വിടാതില്ല. ഇതാണോ ഒരു മാനേജർ പറയുന്ന മര്യാദ? ഇങ്ങനെ പല മര്യാദകൾ പറഞ്ഞു. ബാങ്കുകളുടെ പടിവാതിൽക്കൽ സാധാരണക്കാരനും കർഷകനും നേരിടേണ്ടി വരുന്ന അവഗണനയുടെയും ധാർഷ്ട്യത്തിന്റെയും ഒടുവിലത്തെ ഉദാഹരണമാണ് കാനറ ബാങ്കിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യായമായ ഒരു കാർഷിക വായ്പയ്ക്കായി ബാങ്കിലെത്തിയ പാവപ്പെട്ട കർഷക കുടുംബത്തോടാണ് ബാങ്ക് മാനേജർ കടുത്ത നീരസത്തോടെ തട്ടിക്കയറിയതും പരസ്യമായി അധിക്ഷേപിച്ചതും. വായ്പ നൽകാൻ കഴിയില്ലെങ്കിൽ അത് മാന്യമായി പറയുന്നതിന് പകരം ചോര നീരാക്കി മണ്ണിൽ അധ്വാനിക്കുന്ന മനുഷ്യരെ പരസ്യമായി അപമാനിക്കാനാണ് ഈ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചത്. കാനറ ബാങ്കിന്റെ ചില റീജിയണൽ ഓഫീസുകളിലും ശാഖകളിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇടപാടുകാരോടും ജീവനക്കാരോടും തുടർച്ചയായി മോശം പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഒടുവിലത്തെ തെളിവ് കൂടിയാണിത്. കർഷകരുടെ പണവും നിക്ഷേപവും കൊണ്ട് വളരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവരെ തന്നെ ആട്ടി അകറ്റുന്നത് തികച്ചും പ്രതിഷേധാർഹമാണ്. മനുഷ്യത്വരഹിതമായി പെരുമാറിയ ഈ ബാങ്ക് മാനേജർക്കെതിരെ അടിയന്തരമായി കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാവുകയാണ്. ഞങ്ങളെപ്പോലുള്ളവരാണ് മാനേജർ ഇവിടെ ഇരിക്കുന്നത്. എന്താ പറഞ്ഞത്? നിങ്ങൾ ഇവിടെ ഇന്ന് വന്നിട്ട് ലോൺ എടുക്കണം ഇതുവരെ പറഞ്ഞോ? ലോൺ എടുക്കാൻ ആരോടും വിടാതില്ല. ഇതാണോ ഒരു മാനേജർ പറയുന്ന മര്യാദ? ഇങ്ങനെ പല മര്യാദകൾ പറഞ്ഞു. വിളിക്കും പോലീസിനെ. നിങ്ങൾ ഇവിടെ ഇത്ര നേരം വന്ന് ലോൺ വേണമെന്ന് പറഞ്ഞോ? ഏറ്റവും അവസാനം നിങ്ങൾ എന്താ പറഞ്ഞേ? അക്കൗണ്ട് ക്ലോസ് ചെയ്യും, അതിന്റെ പണിയെടുക്കും. ക്ലോസ് ചെയ്ത് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നില്ല. ഇയാൾ മണ്ണിൽ കൃഷി ചെയ്ത് വന്നു വന്നു. പല മാനേജർമാരുടെ അടുത്തും വന്നിട്ടുണ്ട്. എനിക്ക് മലയാളം ശരിക്കല്ല. എന്താണ് എന്ത് മര്യാദ കൊണ്ട് പെരുമാറുന്നത്? പിന്നെ തന്നെ അങ്ങനെയാണ്. എത്ര പേർക്ക് അല്ലാത്തവരുടെ കൃഷി ചെയ്യാതെ കൊണ്ടുവരുന്നു? ഞാൻ കൃഷി ചെയ്യാതെ എത്ര പേർക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കണം. ഇവിടെയല്ല പറഞ്ഞത്. നമ്മുടെ ജനങ്ങളോട് എന്നെ തരണം. എന്നെ തരണം. ഇവിടെ ബാങ്ക് ജനങ്ങളെത്തോളാം. കൊണ്ടുപോയിക്കോ. എനിക്ക് വിദ്യാഭ്യാസം പിടിച്ചു കൊണ്ടുപോയിക്കോ. മേലെ നീ കയറ്. മേലെ കയറുന്നു. എങ്കിലും എന്നെ ഇവിടെ എത്ര വർഷം കേൾക്കണം? ഞാൻ വിളിക്കാറില്ല. നമുക്ക് ആ കൊച്ചൊക്കെ എന്നെ അറിയുന്ന ഞങ്ങൾ നാട്ടുകാരാ. ഇവിടെ പല നാട്ടുകാരുള്ളതായി ഇത് ഞാൻ തന്നെ ആദ്യം ചോദിക്കാം. അതിന് ഓർമ്മയുണ്ടോ? ലോൺ തരികയാണ് കൃഷികൾ. ഇവിടെ കുറെ ഞങ്ങൾ നാട്ടുകാരാണ്. നിങ്ങളുടെ കാര്യം നടക്കണം. ഇവരെ കൊണ്ടുപോയിക്കോ. മേൽ ഇവർ കയറാൻ വേണ്ടി ഉത്പയും കേരളം പറയാ. ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറയണം. മനസ്സിലാവാ.